എളുപ്പത്തിലും വേഗത്തിലും ഗാഡ്ജറ്റുകൾ വാങ്ങാൻ ലോഗിൻ ചെയ്യൂ www.myg.in. ഇന്ത്യൻ ദേശീയ നാവികസേന ദിനമാണ് ഇന്ന്. ഈ സമയത്ത് നമ്മൾ കൊച്ചി നാവികസേന ആസ്ഥാനത്ത് നിന്നാണ് പ്രേക്ഷകരോട് സംസാരിക്കുന്നത്. 3 മണിക്കൂർ പോകുന്ന മോർണിംഗ് ഷോ തത്സമയം ഇന്ന് നാവിക ആസ്ഥാനത്ത് തന്നെ തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ആന്റി സബ്മറീൻ വാർഫെയർ സ്കൂളിലാണ്. ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്തർവാഹിനികളെ തച്ച് തകർക്കാൻ നമ്മുടെ സേനാംഗങ്ങളെ പരിശീലിപ്പിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണിത്. ഇന്ത്യയിലെ തന്നെ നാവികസേനയുടെ ഏറ്റവും വലിയ പരിശീലന കളരി ഈ സ്ഥാപനത്തിൻ്റെ മുന്നിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഒരുപക്ഷെ അന്തർവാഹിനികളുടെ ഒരു കാലത്ത് അന്തർവാഹിനികളെ തകർക്കാൻ നമ്മുടെ സേനാംഗങ്ങളെ എങ്ങനെ പരിശീലിപ്പിക്കാൻ കഴിയും. നമുക്കൊപ്പം മിസ്റ്റർ മഞ്ജിത്ത് എം തോമസ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ്. അങ്ങ് വളരെ സന്തോഷം. അപ്പോൾ താങ്കൾ എവിടെയാ വീട്? തിരുവനന്തപുരത്തുകാരനാണ്. ഇപ്പൊ താമസിക്കുന്നത് കൊച്ചിയിലാണ്. അപ്പോൾ ഇതൊക്കെ ആളുകൾക്ക് ഒരുപക്ഷെ സേനയിൽ ഇല്ലാത്ത ആളുകൾക്ക് ഇതൊക്കെ ഒരു പുതിയ അറിവായിരിക്കും. നമ്മളെ സബ്മറൈൻ തകർക്കാനുള്ള രീതികളൊക്കെ തന്നെ പരിശീലിപ്പിച്ച് നമ്മുടെ സേനാംഗങ്ങളെ ഏറ്റവും കരുത്തരാക്കി മാറ്റുന്നു. എന്താണ് ഈ സ്ഥാപനം, ഈ സ്കൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ സ്കൂള് അന്തർവാഹിനികളെ തളയ്ക്കാനുള്ള യുദ്ധമുറകൾ പഠിപ്പിക്കുന്ന സ്കൂളാണ്. ഈ അന്തർവാഹിനി എന്ന് പറഞ്ഞാൽ പണ്ടൂബി, സബ്മറീൻ, അങ്ങനെ. അപ്പൊ ഈ അന്തർവാഹിനികളെ സാധാരണ ഈ അന്തർവാഹിനികളുടെ റോൾ എന്താണ് ഒരു യുദ്ധം നടക്കുന്ന സമയത്ത്? പ്രത്യേകിച്ച് ഒരു യുദ്ധം നടക്കുമ്പോൾ നമ്മൾ ഈ കടലിന്റെ മുകളിലുള്ളതേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ കടലിന്റെ താഴെ അതുപോലൊരു വേറൊരു ലോകമുണ്ട്. അപ്പൊ ഈ അന്തർവാഹിനികള് അതിനുള്ളിൽ ടോർപിഡോകളുണ്ട്, മിസൈലുകളുണ്ട്. അപ്പൊ അത് വളരെ വളരെ അടുത്ത് വരാം, രാജ്യത്തിനടുത്ത് വരാം. വന്നിട്ട് നമ്മുടെ പല പല ഹാർബറിലേക്ക് വരുന്ന കപ്പലുകളെ ടോർപിഡോ ചെയ്യുക, നമ്മുടെ ഈ എക്കണോമിക് ആയിട്ടുള്ള ട്രേഡ് ലൈൻസ് സ്റ്റോപ്പ് ചെയ്യുക, ഓയിൽ ടാങ്കറുകളെ നശിപ്പിക്കുക, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന ഏത് പരിശീലനമാണ്? അതായത് ശത്രു രാജ്യത്തു നിന്ന് വരുന്ന ഇങ്ങനെയുള്ള സബർമറൈൻ അറ്റാക്കുകളെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്നാണ് നമ്മൾ പരിശീലിപ്പിക്കുന്നത്? ഈ അന്തർവാഹിനികളെ പിടിക്കുന്ന യന്ത്രം ഞങ്ങളതിനെ വിളിക്കുന്നത് സൊണാർ എന്നാണ്. നമ്മൾ ഈ ഒരു എയർപോർട്ടുകളിൽ പോകുമ്പോൾ ഈ റഡാർ ഉപയോഗിച്ചാണ് വിമാനങ്ങളെ പിടിക്കുന്നത്. ഇവിടെ ശബ്ദം ഉപയോഗിച്ചാണ് സബ്മറീനുകളെ പിടിക്കുന്നത്. ഈ തിമിംഗലം ചെയ്യുന്ന പോലെ അല്ലെ വവ്വാലി ചെയ്യുന്ന പോലെ ശബ്ദം ഉപയോഗിച്ചാണ് സബ്മറീനെ പിടിക്കുന്നത്. പുറപ്പെടുവിച്ചിട്ട് അത് നമ്മൾ അവിടെ കൊണ്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ പറയും ഇവിടെ സബ്മറീൻ ഉണ്ടോ അതോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പം അതുപോലെ അതിനെതിരെ നമ്മൾ ആയുധം ഉപയോഗിക്കുന്നതിന്റെ പേര് ടോർപിഡോ എന്നാണ്. അപ്പം ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത് ബേസിക്കലി ഈ സൊണാറും ടോർപിഡോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ താങ്കളുടെ വീട് എവിടെയാ? എന്റെ വീട് കോട്ടയംകാരനാണ്, അതിരമ്പുഴ വില്ലേജിൽ നിന്നാണ് വരുന്നത്. താങ്കൾ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഈ സ്കൂളിന്റെ ചീഫ് ഇൻസ്ട്രക്ടറാണ്. അപ്പം എന്റെ ജോലി ഇവിടുത്തെ ഓഫീസർ ഇൻചാർജിന്റെ ഈ ട്രെയിനിങ്ങിന്റെ കാര്യങ്ങൾക്കെല്ലാം അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട ജോലി. എനിക്കൊന്ന് എത്ര ആൾക്കാർ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ടാവും? ഇവിടെ ഓരോ വർഷവും ഏകദേശം ഒരു 3000-ഓളം ഓഫീസേഴ്സും സെയിലേഴ്സും പാസിംഗ് ഔട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അയൽരാജ്യങ്ങളിൽ നിന്നുള്ള ഒത്തിരി ട്രെയിനീസ് ഇവിടെ വരാറുണ്ട്. മിസ്റ്റർ മഞ്ജിത്ത്, താങ്കൾ എന്തായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത്? ഞാനിവിടെ ഓഫീസർ ഇൻചാർജ് ആണ്. അപ്പൊ ഈ സ്കൂളിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും താങ്കൾക്കാണ്. അപ്പൊ എല്ലാം നമ്മുടെ നാവികസേനയിലേക്ക് ഏകദേശം എത്രയധികം കുട്ടികളെ പരിശീലിപ്പിച്ച് അയച്ചിട്ടുണ്ട്? നാവികസേനയിൽ വരുന്ന എല്ലാ ആൾക്കാരും, ഓഫീസർ ആയാലും സെയിലർ ആയാലും, എല്ലാവർക്കും ഈ പരിശീലനം നിർബന്ധമാണ്. എല്ലാവർക്കും ഏതെങ്കിലും ഒരു രീതിയിൽ ഈ സ്കൂളിൽ വന്നേ പറ്റും. ഓക്കെ, വളരെ സന്തോഷം. എനിക്കൊന്ന് നമുക്കൊരു ഇതിന്റെ ഉള്ളിൽ അല്പ നിമിഷങ്ങൾ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതൊരു കൗതുകരമായ കാഴ്ചയായിരിക്കും പ്രേക്ഷകർക്ക്. സാധാരണ നമ്മളിവിടെ നടക്കുകയാണെങ്കിൽ ഈ ഇവിടെ ട്രെയിനിങ് നടന്നുപോയ ഓഫീസർമാരുടെ ലിസ്റ്റാണ്. ആ സീരിയൽ നമ്പർ 1 നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫാണ്. അപ്പൊ അവിടെ ആടി കട്ടാരി. അപ്പൊ അവിടെ തൊട്ടുള്ള ആൾക്കാരെല്ലാം ഇവിടുന്ന് ട്രെയിനിങ് നടന്നു പോയിട്ടുണ്ട്. ഈ കാണുന്ന മലയാളികളും ഒക്കെ തന്നെ ഇവിടെ ട്രെയിൻഡ് ആയിട്ടുണ്ട്. ഇഷ്ടംപോലെ മലയാളികളുണ്ട്. മോഡലാണിത്. ഇത് ശരിക്കും പറയുവാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ടോർപിഡോ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇപ്പം എക്സ്പ്ലോസീവ് ഒന്നുമില്ല, എല്ലായിടത്തും മാറ്റിയിട്ട് നമ്മൾ ഇത് ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ശരിക്കും നമ്മളൊരു സബ്മറൈൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കഴിയുവാണെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യണമെങ്കിൽ ഇതാണ് നമ്മൾ ഫയർ ചെയ്യുന്നത്. ഇത് ലൈറ്റ് വെയിറ്റ് എന്ന് പറയും. ഇതുപോലെ നമുക്ക് ഹെവി വെയിറ്റ് ടോർപിഡോ ഉണ്ട് അകത്ത്. അതൊരു ഏകദേശം ഒരു 7 മീറ്ററോളം നീളമുണ്ട്, 3 ടൺ ഭാരമുള്ളതാണ്. സാർ ഞങ്ങളുടെ മോട്ടോവിനെ കുറിച്ച് പറയും. ഇത് ഞങ്ങളുടെ മോട്ടോ ആണ്, ടു സീക്ക്, ടു ക്ലാസിഫൈ, ടു ഡിസ്ട്രോയ്. സബ്മറീൻ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ പോയി അതിനെ കണ്ടുപിടിക്കുക, അതിനുശേഷം അതിനെ ക്ലാസിഫൈ ചെയ്യുക, അതിനുശേഷം അതിനെ നശിപ്പിക്കുക. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സ്ഥാപനമാണ്. ആക്ച്വലി കൊച്ചിൻ നേവൽ ബേസിലെ ഏറ്റവും പഴയ സ്കൂളാണിത്. നമ്മൾ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1 മാസത്തിന് ശേഷം സെപ്റ്റംബർ 1947 ഇവിടുന്ന് ഒരു 800 മീറ്റർ അകലെ ആണ് ഈ സ്കൂൾ തുടങ്ങിയത്. 55 ഇങ്ങോട്ടേക്ക് നീങ്ങി ഈ ഐലൻഡിലെ തന്നെ ആദ്യത്തെ ഇരുനില കെട്ടിടമാണ്.
ഓ അത് ശരി. ഓക്കെ ഓക്കെ, അതൊരു പുതിയ അറിവാണ്. പുതിയ അറിവാണ്. അതുപോലെ നമ്മുടെ ഈ പുറത്ത് ആ ഗാർഡനിൽ വെച്ചിരിക്കുന്ന എക്യുപ്മെന്റ്സ് എല്ലാം ഇതെല്ലാം 1971 യുദ്ധത്തിൽ ഉപയോഗിച്ചാണ്. അത് ശരി. അതിലെ കപ്പലുകളിൽ ഇതെല്ലാം 71 വാറിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? 71 വാറിൽ ഉപയോഗിച്ചതാണ് ഇതെല്ലാം. ഓക്കെ ഓക്കെ. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഈ നമ്മള് സൗദി അറേബ്യ മുതൽ ഇന്തോനേഷ്യ വരെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ 2 സ്കൂളേ ഉള്ളൂ. എനിക്കൊന്ന് നമ്മുടെ ക്യാമറ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. 71 വാറിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ ഒന്ന് പാൻ ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഒന്ന് പാൻ ചെയ്ത് കാണിച്ചു കൊടുത്തോളൂ ഇതെല്ലാം. അപ്പൊ നമ്മൾ ആ കാണുന്നത് 1971 ഇതേ ദിവസം ഡിസംബർ 4-ാം തീയതി രാവിലെ വിശാഖപട്ടണം ഹാർബറിന് പുറത്ത് വെച്ച് നമ്മുടെ ഇന്ത്യൻ നാവികസേന PNS ഗാസി എന്ന് പറഞ്ഞ പാകിസ്ഥാൻ സബ്മറീനെ ഡിസ്ട്രോയ് ചെയ്തു. അപ്പൊ ആ രാജ്പുത്തിലെ ട്യൂബാണ് ആയിരിക്കുന്നത്. അതുപോലെ അറ്റത്തിരിക്കുന്ന ലാസ്റ്റ് കാണുന്ന അങ്ങ് അറ്റത്തിരിക്കുന്നത് അത് ഈ INS കുക്രി ക്ലാസ്സിൽ ഉപയോഗിച്ചിരുന്ന എക്യുപ്മെന്റ് ആണ്. ഒറിജിനലാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മളിവിടെ പല സാധനങ്ങളും നമ്മുടെ ഷിപ്പ് ഡീകമ്മീഷൻ നമ്മൾ ഈ കാണുന്ന സംഭവങ്ങളെല്ലാം തന്നെ 71 വാറിൽ ഡെഫിനറ്റ്ലി ഈ 3 1 2 3 ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി ഇത് PNS ഖാസിന മുഖ്യ ഷിപ്പിൽ ഫിറ്റ് ചെയ്യുന്ന ആക്ച്വൽ എക്യുപ്മെന്റ് ആണ്. അതിന്റെ ആവശ്യം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. വളരെ സന്തോഷം നിങ്ങളെ രണ്ടുപേരെ കാണാൻ പറ്റിയതിൽ. അതുപോലെ വേറൊരു ചെറിയ കാര്യം, ഈ നമ്മൾ ആത്മനിർഭർ ഭാരത് എന്ന് പറയുമ്പോൾ ASWയിലെ എല്ലാ എക്യുപ്മെന്റും ഇന്ത്യയിൽ ഉണ്ടാക്കിയാണ്. എല്ലാം അതില് നമ്മുടെ കേരളത്തിലുള്ള കെൽട്രോൺ, നമ്മുടെ കൊച്ചിയിലുള്ള NPOL, ഈ 2 സ്ഥാപനത്തിൽ നിന്നാണ് നമ്മുടെ ഈ സെൻസർ സൊണാറുകളെല്ലാം വരുന്നത്. വളരെ സന്തോഷം. നൈസ് മീറ്റിംഗ്. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും കുറച്ചു നേരം കൂടെ. ഓക്കെ, താങ്ക് യു. നമുക്കിനി ഒരു ഇടവേള ആവശ്യമായിട്ട് വന്നിരിക്കുന്നു. പ്രേക്ഷകർക്ക് അറിയും പോലെ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിരിക്കുന്നു. ഞാൻ ഇന്ന് ഇന്ത്യൻ ദേശീയ നാവികസേനാ ദിനമാണ്. ഈ ദിനത്തിൽ നമ്മുടെ നാവികസേന ഏറ്റവും വലിയ ചരിത്ര വിജയം നേടിയ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് കറാച്ചിയിൽ പാകിസ്ഥാൻ നാവികസേനയ്ക്ക് ഏറ്റവും വലിയ ആഘാതമുണ്ടാക്കിയ ആ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാവികസേനാ ദിനം ആചരിക്കുന്നത്. ഇന്ന് 50 കൊല്ലം തികയുന്ന ദിവസമാണ്. ഈ ഡിസംബർ 4-ാം തീയതിയാണ് കറാച്ചിയിൽ ഏറ്റവും വലിയ കനത്ത നാശനഷ്ടം പാകിസ്ഥാൻ ഉണ്ടാക്കി ലോകത്തെ തന്നെ ഇന്ത്യൻ നാവികസേന വിറപ്പിച്ചത്. മാത്രവുമല്ല, ഒരുപക്ഷെ 13 ദിവസങ്ങൾ മാത്രം ദൈർഘ്യത്തിൽ പോയ ഒരു യുദ്ധം ലോകം മുഴുവൻ, ഒരുപക്ഷെ 7-ാം കപ്പൽപ്പടയൊക്കെ പാകിസ്ഥാൻ യുദ്ധസമയത്ത് ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതുപോലെ തന്നെ സംയോജിതമായി റഷ്യ ഇടപെട്ടതുകൊണ്ട് തന്നെ 7-ാം കപ്പൽപ്പടയ്ക്ക് ഒന്നും ചെയ്യാനായില്ല. മാത്രമല്ല, അവർക്ക് നോക്കുകുത്തികളായി നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി യുദ്ധം അവസാനിച്ചതായി പ്രഖ്യാപിച്ചത്. മാത്രമല്ല, പാകിസ്ഥാൻ പൂർണ്ണമായി കീഴടങ്ങുകയും ചെയ്തു. പാകിസ്ഥാന്റെ കീഴടങ്ങിന് മുന്നിൽ ഏറ്റവും ശക്തിയായി പ്രവർത്തിച്ച ഒരു സേനാ വിഭാഗമാണ് നമ്മുടെ നാവികസേന. ആ നാവികസേനയുടെ കൊച്ചി നാവിക ആസ്ഥാനത്ത് നിന്നാണ് ഞാൻ പ്രേക്ഷകരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നാവികസേനയുടെ കരുത്താർന്ന വിജയങ്ങൾ ഒന്നൊന്നായി നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് വളരെ പെട്ടെന്ന് നമുക്ക് തിരുവനന്തപുരം വരെ പോകണം. തിരുവനന്തപുരത്ത് ദിലീപ് കുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിലീപ്, ഈ അട്ടപ്പാടിയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം നടക്കുന്നു. ചില പുതിയ തീരുമാനങ്ങൾ ഇക്കാര്യത്തിൽ വരുമെന്നാണ് നമ്മൾ തലസ്ഥാന നഗരിയിൽ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ബ്യൂറോയിൽ? എസ്കേൻ, ഗുഡ് മോർണിംഗ്. അതിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകാം, കാരണം സമയ പരിമിതിയുണ്ട്. എന്നാലും ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ജവഹർ ബാലഭവനിലാണ്. എനിക്ക് തൊട്ടു പിന്നിലായി കാണുന്ന വിമാനം കൊച്ചി നാവികസേന ആസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. സീഹോക്ക് വിമാനം 1971 ബംഗ്ലാദേശ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെതിരായ യുദ്ധകാലത്ത് വലിയ തോതിലുള്ള ആക്രമണം നടത്തുകയും പാക് സൈന്യത്തിന് കനത്ത നാശനഷ്ടം വരുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള വിമാനമാണ് ഇത്. 1980 ഇത് കൊച്ചി നാവിക ആസ്ഥാനത്ത് നിന്ന് തിരുവനന്തപുരത്ത് ജവഹർ ബാലഭവനിലെത്തിച്ചത്. ഇത് യുദ്ധത്തിൻ്റെ തന്നെ 50-ാം വാർഷികം. ഇന്നലെ ഡിസംബർ 3-നായിരുന്നു ആദ്യ ആക്രമണം ഇത് നടന്നിരുന്നത്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആദ്യ ആക്രമണം നടത്തി. തുടർന്ന് ഇന്ത്യ തിരിച്ചടിക്കുകയാണ് ചെയ്തത്. ഈ വിമാനം ഇവിടെ എത്തിച്ചിട്ട്, സീഹോക്ക് വിമാനം ഇവിടെ എത്തിച്ചിട്ട് 41 വർഷം തികയുകയാണ്. 1980 ഈ വിമാനം ഇവിടെ എത്തിച്ചത്. അതുകൊണ്ട് മറ്റ് വിശദാംശങ്ങളിലേക്ക്, വിമാനവുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളിലേക്ക് സമയപരിമിതി മൂലം കടക്കുന്നില്ല. ആ തരത്തിലുള്ളൊരു യുദ്ധ ഹീറോ ആണ് എനിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് ജവഹർ ബാലഭവനിൽ സ്ഥാപിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, SKN ചോദിച്ച ആ ചോദ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇന്ന് ഈ യോഗം അട്ടപ്പാടിയിലെ
പോഷകാഹാരക്കുറവ് മൂലം നവജാത ശിശുക്കൾ മരിക്കുന്ന ആ വിഷയത്തെ സംബന്ധിച്ച് നേരത്തെ മന്ത്രിതല യോഗം നടന്നിരുന്നു. ആ മന്ത്രിതല യോഗത്തിൽ എടുത്ത തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കുമൊക്കെയുള്ള പോഷകാഹാരക്കുറവ് അടക്കമുള്ള വിഷയങ്ങൾ അതെങ്ങനെ പരിഹരിക്കാം എന്നതാണ് ഇന്നത്തെ യോഗം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കോട്ടത്തല ഗവൺമെൻറ് ട്രൈബൽ ഹോസ്പിറ്റൽ, ആ ആശുപത്രിയിൽ കൂടുതൽ ഡോക്ടർമാരെ നിയോഗിക്കുന്നതിനും ആധുനിക ആംബുലൻസുകൾ അവിടെ ക്രമീകരിക്കുന്നതിനുമൊക്കെയുള്ള തീരുമാനം മന്ത്രിതല യോഗത്തിൽ എടുത്തിരുന്നു. ഇന്നത്തെ യോഗം പ്രധാനമായും ഈ പോഷകാഹാരക്കുറവ് മറികടക്കാനുള്ള ആരോഗ്യവകുപ്പിൻ്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം തന്നെ 58% ഗർഭിണികൾക്ക് പോഷകാഹാരക്കുറവുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അരിവാൾ രോഗമുള്ള ഗർഭിണികൾ, ജന്മനാ പ്രമേഹ രോഗമുള്ളവർ, അങ്ങനെയുള്ള നിരവധി ദിലീപ്, മറ്റൊരു കാര്യം, ഏതാണ്ട് കേരളത്തിൽ വാക്സിൻ എടുക്കാത്ത അധ്യാപകരുടെ എണ്ണം 5000-ലധികം വരുമെന്ന് അറിയുന്നു. മാത്രമല്ല, ഇത് പ്രമാണിച്ച് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് രാവിലെ 9 മണിക്കൊരു പത്രസമ്മേളനം നടത്തുമെന്നും അറിയുന്നു. എന്താണ് വിശദാംശങ്ങൾ? വാക്സിൻ എടുക്കാത്ത അധ്യാപകർക്കെതിരെ കടുത്ത നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? SKN വാക്സിൻ എടുക്കാത്ത അധ്യാപകർക്കും അനധ്യാപകർക്കുമെതിരായ നടപടി എടുക്കുമോ എന്ന കാര്യത്തിൽ ഇന്ന് സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാവിലെ 9 മണിക്ക് മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. ഈ 5000-ഓളം അധ്യാപകരും അനധ്യാപകരുമായി വാക്സിൻ എടുക്കാത്തവരുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടി പറഞ്ഞിരുന്നത്. ഇന്നലെ അവരുടെ പേരുവിവരം വെളിപ്പെടുത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നതും. പക്ഷേ ജില്ലകളിൽ നിന്നുള്ള ഈ കണക്കുകൾ ക്രോഡീകരിക്കുന്നതിൻ്റെ ഒരു സമയ പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തേക്ക് ഇത് മാറ്റിയിരിക്കുന്നത്. പേരുവിവരം വെളിപ്പെടുത്തുമോ എന്നത് സംബന്ധിച്ച് തീർച്ചപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയുന്നത് 2000-ഓളം പേർ ഇതിൽ വരും എന്നാണ്. 5000 എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ കണക്കുകൾ ക്രോഡീകരിച്ചെത്തിയപ്പോൾ 2000-ഓളം എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. ഇതിൽ തന്നെ ചിലർ രോഗബാധിതരായിട്ടുള്ളവരുണ്ട്. അതായത് നമ്മൾ ഈ നാവികാസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ചില അത്യാവശ്യ ചില കാര്യങ്ങൾ പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ ഇനിയൊരു കപ്പലിലേക്ക് കയറുകയാണ്. INS തീറാണിത്. INS തീറിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത്. സാധാരണഗതിയിൽ പ്രേക്ഷകർക്ക് ഈ നാവികാസ്ഥാനത്ത് ഈ കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ ശക്തിയായിട്ടുള്ള ഒരു സ്ഥാപനമാണ് സദേൺ നേവൽ കമാൻഡ്. അപ്പോൾ ഈ INS തീറിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. എന്തായാലും INS തീറിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നോക്കാം. ഈ ഇന്ത്യൻ ദേശീയ നാവികസേന ദിനം പ്രമാണിച്ചാണ് നമ്മൾ ഈ നാവികാസ്ഥാനത്ത് എത്തിയിരിക്കുന്ന INS തീറിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഓക്കെ, ഗുഡ് മോർണിംഗ്. താങ്ക് യു. അപ്പോൾ ഇനി ഒരുപക്ഷെ ഈ കപ്പലിൽ INS തീറിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്താണ്? ഇപ്പം നിങ്ങൾക്കറിയുന്ന പോലെ ഈ കൊച്ചി നാവിക ആസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒരുപാട് കപ്പലുകൾ, INS കൊച്ചി എന്ന് പോലും ഇവിടെ ഒരു കപ്പലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കപ്പലുകൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾക്കറിയാം, മനോഹരമായ ഈ ദൃശ്യങ്ങൾ നമ്മൾ പലപ്പോഴും ഈ ദൂരെ നിന്ന് മാത്രം കണ്ടിട്ടുള്ള ദൃശ്യങ്ങളെ വളരെ അടുത്ത് കാണാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒരുപക്ഷെ നമുക്ക് ഈ ഇന്ത്യക്കാർക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ INS കൊച്ചിയൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം. INS തീറിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ കൊച്ചി കപ്പൽ നിർമ്മാണശാലയൊക്കെ പ്രേക്ഷകർക്ക് പരിചയമുള്ളതാണ്. പക്ഷേ ഇത് അടുത്തറിയാനുള്ള ഒരു അപൂർവ അവസരമാണ് 24 ഇന്ന് പ്രേക്ഷകർക്കായിട്ട് സമ്മാനിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി ഗുഡ് മോർണിംഗ് സാർ. Nice meeting. How are you? Welcome. You are Mr. Aftab Khan. You belong to which place of India? I am from Bhopal. Yeah. How many years have you been in Cochin? I have come to Cochin on various on 2-3 different occasions. Prior the command of INS Tir, I also commissioned INS Sunaina. That's indigenous NOPV class of ship, which is also based in Cochin. Mr. Aftab Khan, I know that this ship is totally under your control. You tell me in English, I will translate you for our Malayalis across the world. You know, our channel is 24. This channel is being watched by millions of Malayalis across the world. So definitely I will translate what you are saying to our viewers. Tell me about this ship. At the outset, I would like to wish you and all your viewers a very happy Navy Day. എന്തായാലും ഒരു നാവികദിനം പ്രമാണിച്ചതൊക്കെ എല്ലാ ആശംസകളും പ്രേക്ഷകർക്ക് നേർന്നിരിക്കുകയാണ്. ഓക്കെ, we are on board Indian naval ship Tir. This is one of the oldest ships. Is a warship?
This is a ഇതൊരു warship. യുദ്ധക്കപ്പലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. Yeah. This is a warship, Yeah. and this is a part of the first training squadron. Yeah. INS Tir is the oldest ship of Yeah. the Indian Navy, Yeah. and it is. INS Tir ഏറ്റവും പഴക്കമാർന്ന നാവികസേനയുടെ കപ്പലാണ്. ആക്ച്വലി ഇൻ വിച്ച് ഇയർ ഇറ്റ് വാസ് കമ്മീഷൻ? It was commissioned in the year 1986. 1986 മുതൽ. ഐ തിങ്ക് ആഫ്റ്റർ ലിവിംഗ് ഇൻ കൊച്ചിൻ യു നോ ഫ്യൂ വേർഡ്സ് ഇൻ മലയാളം. Absolutely. 1986 ഇത് കമ്മീഷൻ ചെയ്യപ്പെട്ട കപ്പലാണ്. ഇത് ഒരുപക്ഷെ ഏതെങ്കിലും യുദ്ധമുഖത്തേക്ക് അല്ലെങ്കിൽ ദിസ് കപ്പൽ ഹാസ് ഗോൺ ടു എനി വാർ ഫ്രണ്ട്? The ship has been involved in various operations. As a matter of fact, Tir was In Kargil also- war it was It has been deployed for various operational as well as the training missions. Yeah. And it has also taken part in some very important anti-piracy operations, as Yeah. also towards the defense of Lakshadweep and Minikoy Islands. ഈ ആക്ച്വലി ഐ എം സീയിങ് ടു മെനി ഫ്ലാഗ്സ് ഇൻ ദി ഷിപ്പ്. അപ്പൊ ഈസ് എനി ഇമ്പോർട്ടൻസ് ഫോർ ദിസ്? ഒരുപാട് പ്രേക്ഷകർക്ക് കാണുന്നത് പോലെ I will receive him in MA ഹംപിക്കോളിയാണ് വരുന്നത്. I am Srikanth Nair from 24 News Channel. You are Mr. Hambikoli. I know you are the Chief of Southern Naval Command, and this is a very important day for all Navy staff and Navy bosses. And what will tell you about this Navy Day to our viewers? See, the Navy Day is celebrated Yeah. on the 4th of December Yeah. every year Yeah. to commemorate the exhilarating and the magnificent victory Yeah. of the armed forces in the Indo-Pakistan War of 1971. Specifically, the Indian Navy set Karachi ablaze on that fateful war between 4th of December to 16th of December 1971. This year is all the more special because we are celebrating 50 years of victory, or the Swarnim Vijay Vash. Yeah. When did you join Indian Navy? I was commissioned in the Indian Navy on the 1st of July 1985. You belong to which part of India? I am from Karnataka, Yeah. specifically from a place called Dharwad. Yeah. Over the years, I know that actually Indian Navy has grown to a level that we can't imagine even. Yeah. Okay. What is your future plan, especially the Southern Naval Command? What is the future plan? Actually, India is facing too many challenges from especially our neighboring countries, is China and Pakistan, and so many countries are creating too many troubles to us. In this occasion, what are the future challenges that we are going to face as, in naval operations? Yes. See, besides traditional threats and threats across our borders, emerging challenges are the challenges that will affect the Indian economy as also the environment. These manifest as risks to our energy needs, to natural resources like Yeah. water, to financial markets, to banking systems, information systems, pandemics and the Yeah. like. All Yeah. these are national challenges which we need to combat, not only the threat across Yes. our borders. So, if we have to meet these challenges, the armed forces especially will continue to have this aspect of utmost professionalism, Yeah. utmost You professionalism. can walk with me. Yeah. Yeah. Utmost professionalism, excellent qualities of the head and the heart, and a unfailing commitment. Insofar as Yeah. Yeah. Okay, you can As- talk. Yeah.
as regards other aspects pertaining to having the capabilities, Yeah. the Indian Navy and in fact the armed forces of the Union have kept pace insofar as their capabilities are concerned and are developing capabilities to meet all kinds of threats. Okay, on this auspicious occasion of 50 years, what is the message that you are giving to our viewers across the world? Across the world, Yeah, actually, that is actually this program is on live now, and this Malayalis, Kerala across the world is watching Acha, this program. the And what is people of Kerala, message? you mean? Yeah, especially for Kerala, yeah. yeah, okay. Yeah. See, Kerala and its people have been an amazing state. Yeah, you have been here for some time, or your first I- time? Yeah. I have taken over the scenes a couple of days Yeah, back, yeah. but before that, You know some Malayalam, I think, yeah? Some words? No. few words, No. that's about it. Okay, no issue, no issue. Yes. Yeah. So, I would say that Kerala has got a very long seafaring and maritime tradition. Yeah. The people of this region have carried out trade almost about 3,500 years back Yeah. with Babylonians, Assyrians, Egypt, Yeah. Greece and Rome. Mm. Subsequently, of course, we are aware of the kind of trade that happened from Muziris, Yeah. which is very well recorded Yes, and yes, established. yes. It's not only the trade that people from Kerala have been famous for. They have got excellent military traditions. We are aware of the fact that the Kunjali Marakkars, Kunjali Marakar. where Now a film is big hit. It is going on now. Yeah. absolutely, with they Mohanlal. actually commanded Yeah. the fleet of the Zamorins, and most Yeah. ably at that. Yeah. We also had the famous Battle of Kolachal. Kolachal War. Yeah. Kolachal yes, War. where the Dutch forces were decimated Yeah. by the Exactly. forces Yeah. of Markandeya. It was a decimation, in fact. Yes, Yeah. that was in 1741. Yeah. So, besides these great military and seafaring traditions, Kerala has been the hub of providing the kind of support not only to the Indian Navy but also to the armed forces of the Union Yes. Yes. by way of its industries, Yeah. its people, and we are all privy to the fact that right across we've got the IC-1 Vikrant, Yeah. where which is being built here Yes, in yes. Kerala. So it's not only that. I would say also that Kerala is the home, is the mother for the Southern Naval Command, the Yeah. training command of the Indian Navy, and the largest academy in Asia, that is the Indian Naval Academy, which is in Erimala. I came from It's there. a great thing. Yeah. Yes. Yeah. So Yeah. I would like to convey my appreciation and thank wholesomely on behalf of the Southern Naval Command Parivar, the family of Southern Naval Command, for the state of Kerala and all its beautiful people. Okay. Thank you. Actually, tell me something about these flags that we are keeping on this day. Yeah, these are called the dressing lines. The Yeah. dressing lines. We have an order of the first and the last flag, Yeah. and we dress the ship on important occasions like the Navy Day, the Independence Day, Yeah. Republic Day, and so on. This is basically to make our ships look more beautiful. Yeah. The ship is always referred to as the she. Okay. Anyway, thanks a lot. Nice meeting. Yeah, it is a great occasion for us also because we are allowed to come inside this office and see everything. We have experienced the number of training schedules which are going on here. So thanks a lot, and we will catch up because especially as you said, our Kerala people wherever they go, they are very much worried about their motherland. Yeah. So Yes. they are, when they come to know that actually this is a big training center for strengthening our naval force, that would also be a new information to them. Yes. Thanks a lot for allowing us. Thank you. Yeah, thank you. Thanks you. a lot. Bye. സദേൺ നേവൽ കമാൻഡ് ചീഫായിരുന്നു നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് മലയാളികൾക്ക് ഒരുപാട് ട്രഡീഷൻ ഉണ്ട്. കൊച്ചി നാവിക ആസ്ഥാനത്ത് ഇത്തരം ഒരുപാട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പരിശീലന കളരിയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ ഒരു ശത്രു രാജ്യത്തിന് സ്വപ്നം കാണാൻ പറ്റാത്ത പരിശീലന രീതികളാണ് നമ്മൾ പിന്തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുഞ്ഞാലി മരക്കാരൻ്റെ പാരമ്പര്യമൊക്കെ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഒരുപക്ഷെ കുളച്ചിലെ യുദ്ധത്തെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. നമ്മൾ നാവിക കപ്പൽ വഴിയുള്ള നമ്മൾ യുദ്ധരംഗത്ത് നമ്മൾ നേടിയ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം ദേശീയ നാവിക ദിനത്തിൽ പറയുകയായിരുന്നു.
മാത്രമല്ല നിങ്ങൾക്കറിയുന്ന പോലെ ഒരുപാട് കപ്പലുകൾ കൊണ്ട് സമ്പന്നമായ സ്ഥലത്ത് നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ നമ്മൾ സുഖമായിട്ട് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഉറങ്ങാനുള്ള സാഹചര്യം ഒരുക്കുന്ന ഈ സേനയെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഈ കടൽ വഴിയൊക്കെ യുദ്ധം ചെയ്യുക എന്ന് കേൾക്കുമ്പോൾ നമുക്കവിടെ നിസ്സാരമായിട്ട് തോന്നും. കാരണം അത്യാധുനികമായ സാങ്കേതിക സാധ്യതകൾ ഇന്ന് മിക്ക രാഷ്ട്രങ്ങളുടെയും കൈകളിലുണ്ട്. ആ സമയത്താണ് ഇന്ത്യൻ നാവികസേന ഏറ്റവും വലിയ കരുത്താർജിക്കുന്നത് ഈ പരിശീലന സ്ഥാപനങ്ങൾ വഴി. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പരിശീലന സ്ഥാപനം കൂടിയായ സദേൺ നാവൽ കമാൻഡിൽ നിൽക്കുമ്പോൾ ഈ നാവികസേനാ ദിനത്തിൽ എനിക്ക് പ്രത്യേകിച്ചുള്ള അഭിമാനവും സന്തോഷവുമുണ്ട്. ഇനി നമുക്കൊരു ഒരു കാര്യം ചെയ്യാം. നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാനുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് ഈ നാവികസേനാ ദിനത്തിൽ അതിനിടയിൽ നമുക്കിവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഒരല്പ സെക്കൻഡ് കൂടി ഞാൻ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഒരുപക്ഷെ ഒരു വിദൂര ദൃശ്യത്തിൽ ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ കൊച്ചി എത്ര സമ്പന്നമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. വാർത്തകളാകാം. നമ്മൾ കപ്പലിലെ വിശേഷങ്ങളൊക്കെ കണ്ടു. നമുക്കിനി മധ്യ കേരളത്തിലെ വാർത്തകൾക്കായിട്ട് നമുക്കൊപ്പം ടോം കുര്യാക്കോസ് എനിക്കൊപ്പം തന്നെയുണ്ട്. അപ്പോൾ ടോം കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് വിഷയത്തിൽ CPIM ഏരിയ കമ്മിറ്റിയെ കടന്നാക്രമിച്ച് ഇരിങ്ങാലക്കുട ഏരിയ സമ്മേളനത്തിൽ ചർച്ച. 2 മുൻ ഏരിയ സെക്രട്ടറിമാർക്കെതിരെ ഇപ്പോഴത്തെ ആക്ടിംഗ് സെക്രട്ടറിമാർക്കെതിരെയാണ് വിമർശനം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ടോം, ഇപ്പൊ ഒരുപക്ഷെ നമുക്കിതൊരു റയർ മൊമെന്റ് ആണ്. കാരണം നമ്മള് ഒരു കപ്പലിന്റെ മുകളിൽ കയറി നിന്ന് ഒരുപക്ഷെ ഒരു വാർത്ത ചെയ്യുക, ചരിത്രത്തിൽ ആദ്യ സംഭവം. പ്രത്യേകിച്ച് ഈ ദിനത്തിൽ പ്രത്യേകിച്ച് കറാച്ചിയിൽ പാകിസ്ഥാനെ ദുസ്വപ്നം സമ്മാനിച്ച ഒരു ദിവസം, അതിന് അരനൂറ്റാണ്ട് തികയുന്ന ഈ ദിവസം നമുക്കിങ്ങനെ സംസാരിക്കാൻ പറ്റിയത് വലിയ കാര്യമാണ്. ഒരു ബിഗ് സല്യൂട്ട് ടു സദേൺ നാവൽ കമാൻഡ്. കാരണം അവരനുവദിച്ചില്ല നമുക്ക് ഇതിനകത്തൊന്നും ഒരിക്കലും വരാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അപ്പോൾ ഈ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ ഈ കാര്യത്തെക്കുറിച്ച് പറയും. ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് അത് CPM-നെ സംബന്ധിച്ച് വലിയ CPM-നെ പ്രതിരോധത്തിലാക്കിയ ഒരു തട്ടിപ്പ് തന്നെ, ഒരു വിഷയം തന്നെ, കേസ് തന്നെയായിരുന്നു. CPM-ന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഈ കേസിൽ പങ്കാളികളായിട്ടുണ്ടായിരുന്നു. അതായത് 12 ഈ ഭരണസമിതി അംഗങ്ങൾ CPM-ന്റെ അടുത്ത ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. 6 ഈ ബാങ്കിന്റെ ജീവനക്കാരും ഈ കേസിൽ അറസ്റ്റിലായിരുന്നു. അതായത് കേസിൽ ഇതുവരെയും 17 പേർ അറസ്റ്റിലായിട്ടുണ്ട്, ഒരാൾ പിടിയിലാകാനുമുണ്ട്. അതിനിടെയായിരുന്നു CPM-ന്റെ ഇരിങ്ങാലക്കുട ഏരിയ സമ്മേളനം നടന്നത്. ഏരിയ സമ്മേളനത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഈ ഏരിയ നേതാക്കന്മാർക്കെതിരെ, അതായത് CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാർക്കെതിരെയും അതോടൊപ്പം ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ മുൻ ഏരിയ സെക്രട്ടറിമാർക്കെതിരെയും ഇപ്പോഴത്തെ ആക്ടിംഗ് സെക്രട്ടറിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമുണ്ടായി. വലിയ പിഴവ് അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് 2 ലോക്കൽ കമ്മിറ്റികൾ പ്രതിനിധികളും ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇത് ഈ സഹകരണ ബാങ്കുകളുടെ ഒരു വിശ്വാസം തന്നെ തകർക്കുന്ന സമീപനം, ഒരു സാഹചര്യമാണ് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നും ഈ വിമർശനം ഉയർന്നിട്ടുണ്ട്. എന്തായാലും CPM-നെ സംബന്ധിച്ച് വലിയൊരു പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ചും ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നും ഈ ഏരിയ സമ്മേളനത്തിന് രൂക്ഷമായ വിമർശനം ഉയർന്നു. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പിന് ഇരയായ, അതായത് നിക്ഷേപകർക്ക് കൃത്യമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ യോഗത്തിൽ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. SKN. അതുപോലെ ടോം, മറ്റൊരു കാര്യം, കേരള കാത്തോലിക് മെത്രാൻ സമിതി ഇന്ന് 7, 8, 9 തീയതിയിൽ യോഗം നടത്തുമെന്ന് പറഞ്ഞു. മാത്രമല്ല അവർ ക്രിസ്ത്യൻ വിവാഹ രജിസ്ട്രേഷൻ ബിൽ വിഷയം അതിൽ ചർച്ചയാകുമെന്ന് വാർത്ത വരുന്നു. അതിന്റെ വിശദാംശങ്ങൾ കിട്ടിയോ? SKN കേരള കത്തോലിക്ക മെത്രാൻ സമിതിയെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു യോഗമാണ് ഈ അടുത്ത ചൊവ്വ, ബുധൻ, വേഴം ദിവസങ്ങളിൽ കൊച്ചിയിൽ ചേരുന്നത്. സീറോ മലബാർ സഭയുടെയും KCBCയുടെയും അധ്യക്ഷനായിട്ടുള്ള കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയുടെ അധ്യക്ഷതയിലാണ് യോഗം നടക്കുന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ചയാകുന്നത് കേരള ക്രിസ്ത്യൻ വിവാഹ രജിസ്ട്രേഷൻ ബില്ലുമായി ബന്ധപ്പെട്ട്, അതായത് ജസ്റ്റിസ് KT തോമസ് കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച ആ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ അത് ഈ ക്രിസ്ത്യൻ സഭകളുടെ ഇന്ത്യൻ ഭരണഘടന മതങ്ങൾക്ക് നൽകുന്ന ഈ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അത് ലംഘിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് ജസ്റ്റിസ് KT തോമസ് കമ്മീഷന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് നടപ്പാക്കരുത്, പൂർണ്ണമായും തള്ളിക്കളയണമെന്ന ആവശ്യമാണ് ക്രൈസ്തവ സഭകൾ മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ ഇന്റർ ചർച്ച് കൗൺസിൽ, ഈ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷനായിട്ടുള്ള ഈ ഇന്റർ ചർച്ച് കൗൺസിലിനും അതിരൂക്ഷമായ വിമർശനം ഈ ബില്ലിനെതിരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മത സമുദായങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിലുള്ള ഈ ബില്ല് ഒരു കാരണവശാലും നടപ്പാക്കരുത്. ഇത് സർക്കാരിന് മുന്നിൽ, മുഖ്യമന്ത്രിക്ക് മുന്നിലും
കോടതികളിലും ഒരു അപേക്ഷ സമർപ്പിക്കാൻ തന്നെയാണ് KCBCയുടെയും ഓക്കെ, താങ്ക് യു ടോം. നമ്മളിനി INS ദിറിന്റെ എല്ലാമായി കൺട്രോളിങ് അദ്ദേഹത്തിലേക്ക് പോവാണ്. മിസ്റ്റർ അബ്ദർഖാൻ, നമ്മൾ സംസാരിക്കൊണ്ട് we were talking at that time only that Yes, he's thank our you very chief. much. Thank you. We are continuing. Yes. You can tell me more about this ship. INS Dir. It's absolutely my great privilege. Yeah. And as a matter of fact, the ship, as I was telling you before, has been in the glorious service to the country and to the Navy for more than 3 decades. Yeah. And this ship is extremely special, and it enjoys a very, I would say, a very special place in the hearts of all naval officers. Especially Actually, naval officers are trained here. Yeah. They're trained here. They are trained here. So, as a matter of fact, all of them have to go through the portals of the first training squadron, which, as you can see behind me, presently comprises of these 7 ships. Yeah. And INS Tir is the senior ship of the squadron. Okay. So all the officer trainees, after they finish their training at the Indian Naval Academy and the National Defence Academy, they go through a 6 months of an afloat training where they are given the tenets of seamanship, navigation, the life on board ships, and also an insight into the electrical propulsion, the power generation, the ship's engines, and how various auxiliary machineries are run. This is, I would say, an ab initio afloat training experience which is unique, and we are very proud that we are the largest training squadron in the whole world, and we've been carrying on this mantle with great pride and responsibility. Okay, thanks. Thank you. Nice meeting. It is our privilege that we got to you. Thank you. Thank you very Thanks much. a lot. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യഥാർത്ഥത്തിൽ INS ദിറിന്റെ കമാൻഡിംഗ് ഓഫീസർ നമ്മോട് സംസാരിക്കുകയായിരുന്നു. മാത്രമല്ല, നമ്മുടെ നാവിക ഓഫീസേഴ്സ് എല്ലാം ട്രെയിൻ ചെയ്യപ്പെടുന്ന ഒരു കപ്പൽ കൂടിയാണിത്. നമുക്ക് ഈ കപ്പലുകൾക്ക് അരികിൽ നിന്നുകൊണ്ട് വളരെ അഭിമാനത്തോടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരു സല്യൂട്ട് നൽകാം. കാരണം ഒരുപക്ഷെ നമ്മുടെ നാവികസേന ആസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ ചരിത്ര നിമിഷങ്ങളിൽ നാവികസേന വഹിച്ച പങ്ക് നമുക്ക് മനസ്സിലാക്കുക. എ ബിഗ് സല്യൂട്ട് ടു ഇന്ത്യൻ നേവി. ഈ നാവിക ദിനത്തിൽ പ്രത്യേകിച്ചും ഈ നാവികസേനാ ദിനം നമ്മൾ അരനൂറ്റാണ്ട് പിന്നിടുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രത്യേക തത്സമയ പരിപാടി നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും പ്രേക്ഷകർക്കത് കുറച്ച് കൂടുതൽ നമ്മുടെ നാവികസേന ആസ്ഥാനം ബോധ്യപ്പെടാൻ കാരണമായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി നമുക്കൊരു ഇടവേളയാണ് പോകേണ്ടത്. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ ഈ നാവികസേന ആസ്ഥാനത്ത് തന്നെ ആയിരിക്കും തത്സമയം തുടരുക. നമുക്ക് ഒരുപാട് വാർത്തകളും പറയാനുണ്ട്. പ്രത്യേകിച്ച് 9 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 5000-ഓളം അധ്യാപകർ വാക്സിൻ എടുത്തിട്ടില്ല എന്ന പരാതി ഉയരുമ്പോൾ അവർക്കെതിരെ എന്ത് നടപടികളായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക എന്നൊക്കെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പറഞ്ഞെന്ന് ഒരു മാധ്യമ സമ്മേളനത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.